എവ്രിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ ഒരു തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക കേട്ടോ. എന്തായാലും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സെന്റൻസ് നോക്കി. എനിക്ക് ഒരു അതിഥി ഉണ്ടായിരുന്നു. എനിക്കൊരു അതിഥി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? എനിക്ക് എന്ന് പറയാനായിട്ട് നമ്മൾ ഐ എന്ന് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഐ ഹാഡ് എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടോ. എനിക്ക് ഒരു അതിഥി ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെ സെന്റൻസ്. അപ്പൊ എന്താണ്? ഐ ഹാഡ് എ ഗസ്റ്റ്. ഐ ഹാഡ് എ ഗസ്റ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താണ്? എനിക്കൊരു അതിഥി ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ്, എനിക്ക് ഇന്നലെ ഒരു അതിഥി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത്. നമ്മൾ പറയുന്ന ഒരു സെന്റൻസ് ആണല്ലേ. എനിക്ക് ഇന്നലെ ഇന്ന ഒരു കാരണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞതെന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ വൈകിയതെന്നോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം, എനിക്ക് ഇന്നലെ ഒരു അതിഥി ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഹാഡ് എന്നാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചില്ലേ. അപ്പം ഐ ഹാഡ് എ ഗസ്റ്റ്. എനിക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്? യെസ്റ്റർഡേ, ഇന്നലെ. ഐ ഹാഡ് എ ഗസ്റ്റ് യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത്. അതുകൊണ്ടാണ് എന്ന് പറയാൻ എങ്ങനെ? നമ്മള് ദാറ്റ് ഈസ് വൈ എന്നാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് വൈ. ദാറ്റ്സ് വൈ. എനിക്ക് കഴിയാഞ്ഞത് എന്ന് പറയാനായിട്ട് ഐ കുഡ് നോട്ട് എന്നാണ് പറയാം കേട്ടോ. ദാറ്റ്സ് വൈ ഐ കുഡ് നോട്ട് കം. അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാഞ്ഞത്. ദാറ്റ് ഈസ് വൈ ഐ കുഡ് നോട്ട് കം. ഈ ഐ കുഡ് നോട്ടിന്റെ ഷോർട്ടാണ് കുഡിന്റ് എന്ന് കേട്ടോ. അപ്പൊ നമ്മൾ മാക്സിമം കുഡിന്റ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുഡ് നോട്ട് എന്ന് ചേർത്തതേ ഉള്ളൂ. അപ്പൊ എന്താണ് കുഡ് നോട്ട് എന്ന് വെച്ചാൽ കുഡിന്റ് എന്നാട്ടോ. അപ്പം ഐ ഹാഡ് എ ഗസ്റ്റ് യെസ്റ്റർഡേ, ദാറ്റ്സ് വൈ ഐ കുഡിന്റ് കം. മനസ്സിലായല്ലോ എങ്ങനെയാണ് സെന്റൻസ് പറയാന്നുള്ളത്. നെക്സ്റ്റ് സെന്റൻസ്, രാവിലെ എനിക്ക് സമയമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സമയമില്ല, രാവിലെ എനിക്ക് കുറെ സമയം ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചിട്ടോ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പറയാം? രാവിലെ എനിക്ക് സമയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു. അപ്പം എനിക്കുണ്ടായിരുന്നു, ഐ ഹാഡ്. സമയം ഉണ്ടായിരുന്നു എന്നാലേ, അപ്പൊ വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു. ഐ ഹാഡ് ഇനഫ് ടൈം എന്ന് പറയാട്ടോ. ഐ ഹാഡ് ഇനഫ് ടൈം. രാവിലെ എനിക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ, ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ ഇപ്പൊ എനിക്കില്ല. എങ്ങനെ പറയാം? നൗ. ബട്ട് നൗ ഐ ഹാവ് നോ ടൈം. ഇപ്പം എനിക്ക് സമയം ഇല്ല. ഓക്കെ. ഐ ഹാഡ് ഇനഫ് ടൈം. ഐ ഹാഡ് എന്ന് വെച്ചാൽ എനിക്കുണ്ടായിരുന്നു. ഇനഫ് ടൈം വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഐ ഹാവ് നോ ടൈം. പക്ഷെ ഇപ്പം എനിക്ക് സമയം ഇല്ല. ഇതും നമ്മൾ പറയുന്ന സെന്റൻസ് ആണല്ലേ. അടുത്തത്, എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആരും ഇല്ല. എങ്ങനെ പറയാം നമുക്ക്? എനിക്കുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം. ഐ ഹാഡ് കുറെ സുഹൃത്തുക്കൾ. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എ ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട്, കുറെ എന്നാണ് കേട്ടോ. അതായത് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എനിക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്? ഇപ്പൊ ആരും ഇല്ല. എങ്ങനെ പറയാം? ബട്ട് നൗ ഐ ഹാവ് നൺ. ആരും ഇല്ല എന്നുള്ള അർത്ഥം കേട്ടോ. നൺ എന്ന് വെച്ചാൽ ആരും ഇല്ല. ബട്ട് ഐ ഹാവ് നൺ. നൺ എന്താണ്? നെഗറ്റീവ് ആണ് കേട്ടോ. ബട്ട് ഐ ഹാവ് നൺ. ഇപ്പൊ എനിക്ക് ആരുമില്ല. പിന്നെ അടുത്തത്, ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. എങ്ങനെ പറയാം നമുക്ക്? ഇപ്പൊ നമ്മളൊരു ഓഫീസിലോ മറ്റോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നേരത്തെ പോകും. എന്താണ്? ഇന്ന് എനിക്ക് ഇന്ന പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത് എന്നില്ലേ. അപ്പൊ ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട് എന്നാണ് ഇവിടെ, അല്ലാതെ ഉണ്ടായിരുന്നു എന്നല്ല. ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ഹാഡ് എന്ന് യൂസ് ചെയ്താൽ മതി. ഐ ഹാഡ് എന്ന് യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഉണ്ട് എന്നാണ്. ഇപ്പം എനിക്ക് ഇന്ന പരിപാടി ഉണ്ടെന്നാണല്ലേ. അതുകൊണ്ട് നമ്മൾ ഐ ഹാവ് എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഐ ഹാവ് എനിക്കുണ്ട്, ഐ ഹാഡ് എനിക്കുണ്ടായിരുന്നു എന്നാട്ടോ. അപ്പൊ ഐ ഹാവ് എന്താ ഉള്ളത്? വെഡിങ്. ഐ ഹാവ് എ വെഡിങ്
ടുഡേ ഇന്ന്. ഓക്കെ, ഐ ഹാവ് എ വെഡിങ് ടുഡേ. ഇനി അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. ദാറ്റ്സ് വൈ, അതുകൊണ്ടെന്നാണ് പറയാനായിട്ട് ദാറ്റ്സ് വൈ. ദാറ്റ്സ് വൈ ഐ എം ലീവിങ് ഏർലി എന്ന് പറയാം അല്ലേ. ഐ എം ലീവിങ് ഏർലി. ഏർലി നേരത്തെ. ഐ എം ലീവിങ് ഏർലി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പുറപ്പെടുന്നത് എന്നാട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പുറപ്പെടുന്നത്. അപ്പൊ ഐ ഹാവ് എ വെഡിങ്, എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പം ഐ ഹാഡ് എ വെഡിങ് എന്ന് വെച്ചാൽ എന്താണ്, എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എന്നാട്ടോ. അപ്പൊ മീനിങ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിന് അടുത്തത് നോക്കിയേ, ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നേരത്തെ അവൾക്ക് സമയം ഉണ്ടായിരുന്നോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ മുമ്പ് എനിക്ക് സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ രീതിയിൽ ചോദിച്ചു. നേരത്തെ അവൾക്ക് സമയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നേരത്തെ നിനക്ക് സമയം ഉണ്ടായിരുന്നോ. നെക്സ്റ്റ്, നിന്റെ അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ പാസ്റ്റിൽ ഇന്ന കാര്യം ഉണ്ടായിരുന്നോ എന്നാണ് കേട്ടോ നമ്മളെ ക്വസ്റ്റ്യന്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം എന്നുള്ളതും കൂടെ ജസ്റ്റ് നോക്കാം. നേരത്തെ അവൾക്ക് സമയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ തുടങ്ങേണ്ടത് കേട്ടോ. ഇന്ന കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാം. ഡിഡ് യു, സോറി, അവൾക്ക് എന്നത് കൊണ്ട് ഡിഡ് ഷീ എന്നാട്ടോ. ഡിഡ് ഷീ ഹാവ് ഇനഫ് ടൈം ഏർലി. ഡിഡ് ഷീ ഹാവ് ഇനഫ് ടൈം ഏർലി. നേരത്തെ അവൾക്ക് സമയം ഉണ്ടായിരുന്നോ എന്നാട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡിഡ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ദെൻ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ഹാഡ് എന്ന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഡിഡ് ഓൾറെഡി പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. ദെൻ നമ്മളിവിടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഷീ ആണെന്ന് വെച്ചിട്ട് ആരും എന്താണ് ഹാസും കൊണ്ടുപോയി ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ എങ്ങനെ പറഞ്ഞത്, ഡിഡ് ഷീ ഹാവ് ഇനഫ് ടൈം. നിന്റെ അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ എങ്ങനെ നമുക്ക് ചോദിക്കാം. നിന്റെ അമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ എന്ന് എങ്ങനെ ചോദിക്കാം. ഡിഡ് വെച്ചിട്ട് തുടങ്ങിയാൽ മതി അല്ലേ. അപ്പൊ നിന്റെ അമ്മ എന്നാണ്. അപ്പൊ ഡിഡ് യുവർ മോം അല്ലെങ്കിൽ മദർ. ഓക്കെ, ഡിഡ് യുവർ മോം. ഇനി ഹാവ് അല്ലേ. ഡിഡ് യുവർ മോം ഹാവ് എനി ജോബ്. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ. ഡിഡ് യുവർ മോം ഹാവ് എനി ജോബ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ. ആർക്കുണ്ടായിരുന്നോ എന്നാണ്, നിങ്ങൾക്ക്. അപ്പൊ എങ്ങനെ പറയാം, ഡിഡ് യു ഹാവ് എന്ന് ചോദിക്കാം അല്ലേ. ഡിഡ് യു ഹാവ്. അപ്പം എന്താണ്, സബ്ജക്റ്റ് ഏത് വന്നാലും നമ്മൾ ഹാവ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്നാണ്, അതായത് പാസ്റ്റിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഡിഡ് വെച്ച് തുടങ്ങാനായിട്ട് ഓർക്കുക കേട്ടോ. ഡിഡ് യു ഹാവ് എന്താണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നല്ലേ. അപ്പൊ ഡിഡ് യു ഹാവ് എനി പ്രോബ്ലം. ഡിഡ് യു ഹാവ് എനി പ്രോബ്ലം. എനി പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും പ്രശ്നം എന്നാട്ടോ. അപ്പൊ ഡിഡ് യു ഹാവ് എനി പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ. മനസ്സിലായല്ലോ. നമ്മളിതിന് റിപ്ലൈ ആയിട്ട് ഇപ്പൊ ഡിഡ് യു ഹാവ് എനി പ്രോബ്ലം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ. അപ്പൊ നമ്മൾ പറയാണ് ഇല്ല, എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ അതിനെ റിപ്ലൈ കൊടുക്കുക, ഐ ഹാവ് നോ പ്രോബ്ലം. എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ പ്രോബ്ലം. ഓക്കെ, ഐ ഹാഡ് നോ പ്രോബ്ലം. എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ ഹാഡ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. കാരണം ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ. ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ. അസുഖം എന്നുള്ളതിന് നമുക്ക് ഇല്ലസ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇല്ലസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു സെന്റൻസിനെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യണേ. അതേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്കായിട്ട് കൊടുത്ത ഈ ഒരു സെന്റൻസിനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.